ശാരിക പൈതലേ ചാരുശീലേ അനുഗ്രഹിച്ചിടണേ എൻ കലാരൂപത്തെ. അറിയില്ലെനിക്കിതു തുള്ളലാണോ വടക്കൻ പാട്ടാണോ പാണൻ പാട്ടാണോ പുള്ളുവൻ പാട്ടാണോ തുള്ളലാണോ. ദ്രാവിഡപുത്ര എന്താണീ കാണുന്ന പമ്പയാറിൻ തീരത്ത് ഗണപതി തന്നടുത്ത് ശീതീകരിച്ചുള്ളൊരു ആലയം കാണുന്നു. ചൊന്നാലും പ്രിയനേ എന്താണിത്. ദ്രാവിഡപുത്രീ പേടിക്കേണ്ട, അതാണ് ആ ഗോളസംഗയ്യപ്പ സംഗമം. എന്താണിങ്ങനെ ആക്കൊരു നീട്ടൽ? അത് ഗോളം പോലെയാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ തലച്ചോറ് പോലെ? എന്താണ് പറയുന്നത് ദ്രാവിഡപുത്രി? ഗോളത്തിൻ്റെ ഒരു ഭാഗമല്ലേ നമ്മുടെ വട്ടപൂജ്യം, അതുപോലെ ഇരിക്കുകയാണ്. വട്ടപൂജ്യം പോലെ ഇരിക്കുന്നൊരു മേളമാണത്. എന്താണീ ശബരിമല തന്ത്രികൾ നിലവിളക്കു കൊളുത്തുന്നത്? അത് ദേവസ്വം ബോർഡിൻ്റെ ലാവണ്യം പറ്റുന്നവരല്ലേ, പറയുന്നത് ചെയ്യേണ്ടവരല്ലേ. എന്താണു ദ്രാവിഡപുത്ര ഈ വേദിയൊക്കെ ഒഴിഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞത് ആഗോളമെന്നല്ലേ. ഇവിടെ ആഗോളം പോയിട്ടു കേരള ഗോളം പോലുമില്ലല്ലോ. പേടിക്കേണ്ട, കണ്ടുകൊള്ളൂ, ഇതാ വരുന്നു കാറുകളുടെ വാഹനങ്ങളുടെ അകമ്പടിയോടെ ചക്രവർത്തി. എന്തൊരു തേജസ്സാണ് അണ്ണാ ആ മുഖത്ത്. അതേ, രാജകീയ തേജസ് വഴിഞ്ഞൊഴുകുന്നു. അദ്ദേഹം വരട്ടെ, നമസ്കാരം. ആകേരള ചക്രവർത്തിക്ക് നമസ്കാരം. അണ്ണാ, അപ്പുറത്തിരിക്കുന്ന ആ ആളാരാണ്? അതാണു വാസവത്തമ്പുരൻ. ഭഗവാനെ, ശിവൻ്റെ കഴുത്തിലെ വാസുകി പോലും ഇവിടെ എത്തിയോ? പെണ്ണെ, എന്തുവാ ഇത്? ഇങ്ങനെയൊക്കെ പറയാതെ. വാസുകിയല്ല, വാസവൻ മന്ത്രി. സുന്ദരിയായി പുട്ടിയിട്ടൊരു സുന്ദരി അടുത്തുണ്ടല്ലോ. അതാണു നമ്മുടെ ആരോഗ്യത്തെ കാക്കുന്നവൾ. പിന്നെയുമുണ്ടല്ലോ കുടവയറന്മാർ. ആരൊക്കെയാണെന്ന് പതുക്കെ പറയടി. അത് രാജകൊട്ടാരത്തിലെ വിദൂഷകരും മന്ത്രിമാരുമാണ്. വന്നു. അപ്പോൾ നമുക്ക് സായിപ്പുമാരെ കാണാമല്ലേ. അന്ന് അന്റാർട്ടിക്ക മുതൽ ഇന്ത്യ വരെ, ശ്രീലങ്ക വരെയുള്ള ആഗോള ജനങ്ങളും വരുമല്ലോ, അയ്യപ്പ ഭക്തന്മാർ. ഞാൻ നോക്കിയിട്ട് എന്താ അണ്ണാ ഇങ്ങനെ പകുതി പകുതി എല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്? കസേരകളല്ല, നീ നോക്ക്, സിംഹാസനങ്ങളല്ലേ. ശരിയാണ്, സിംഹാസനങ്ങൾ. നമുക്ക് ചെന്നിരുന്നാലോ? വേണ്ട, ഇവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് നോക്കുന്നതായിരിക്കും രസം. നീണ്ട കോലുമേന്തി കുറേ എണ്ണം നിപ്പുണ്ടല്ലോ. അതാണല്ലോ മാപ്രകൾ, മാധ്യമപ്രവർത്തകർ. ചേട്ടാ, അണ്ണാ, നമുക്കൊന്ന് ഇവിടെ നിന്ന് നോക്കാം. കരിനീലി അമ്മേ കാത്തു രക്ഷിക്കണേ. ഇതിലേതോ ഒരാൾ പണ്ട് നമ്മുടെ അയ്യപ്പനും മാളികപ്പുറം കൂടെ കെട്ടിയെന്നും ഹണിമൂൺ ആഘോഷിക്കുന്നെന്നൊക്കെ പറഞ്ഞ ആളുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ അണ്ണാ, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ 2 സ്ത്രീകളെ പോലീസ് വണ്ടിയിൽ വന്ന് പൃഷ്ഠത്തിൽ പൊക്കി ശബരിമലയ്ക്കകത്തേക്ക് ഇട്ടുകൊടുത്ത ആ IPSകാരൻ പാവ, അദ്ദേഹം അന്നേ കണ്ണീരൊഴുക്കുന്നത് നീ കണ്ടതല്ലേ. അദ്ദേഹം ഇപ്പോൾ അമ്പലങ്ങളെല്ലാം നടന്ന് സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പാപ പരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ? അദ്ദേഹവും ലാവണ്യം പറ്റുന്നവനാണല്ലോ. പറയുന്നത് ചെയ്തല്ലേ മതിയാവൂ. പോട്ടെ, അതൊക്കെ പോട്ടെ. ചേട്ടാ, അണ്ണാ, ഇവിടെ മറ്റേ ഒരു പെണ്ണുണ്ടല്ലോ, മറ്റേ ലുങ്കി ഡാൻസ്, തോർത്ത് ഡാൻസ്. അവളുടെ തോർത്ത് ഡാൻസ് കാണാൻ പറ്റുമോ? എന്തുവാടി ഈ പറയുന്നത്? രാജസദസ്സിലാണോ? അതൊക്കെ വേറെ രാജസദസ്സിൽ ചെല്ലണം. തോർത്ത് ഡാൻസും അതുപോലെ തന്നെ ഉള്ള ഡാൻസുകളൊക്കെയാണ്. അതിന് വേറെ പേര് പറയുമല്ലോ അണ്ണാ. അതെന്താ? ക്യാബറെ. അവളെ ഇടയ്ക്ക് പിടിച്ചിട്ടില്ല. അവളെ ജോലിയും പോയി BSNL. അവൾ സ്വന്തം ശരീരത്തിൽ പ്രായപൂർത്തിയായ മകനെ കൊണ്ട്
തുണിയില്ലാതെ കിടന്ന് പടം വരപ്പിച്ചതൊക്കെ ഓർമ്മയില്ലേ നിനക്ക്? ഓ, ഇപ്പോൾ ഓർക്കണമെന്നാ. അവളൊന്നും വരില്ലല്ലേ? അവളൊന്നും വരില്ല. പിന്നെ നമുക്കൊന്ന് കേട്ട് നിന്നാലോ? അയ്യോ, ചക്രവർത്തി എണീക്കുന്നു. ഭഗവാനേ, ചക്രവർത്തിയെ കാണാൻ പറ്റിയതല്ലേ ഭാഗ്യം. എന്തെല്ലാം കടമ്പകൾ കണ്ടാലായിരിക്കും തിരുമേനിയുടെ ഗൃഹത്തിലെത്താൻ പറ്റുക. ഭഗവാനേ, അയ്യപ്പ, അങ്ങ് തന്ന സുകൃതമാണ് എനിക്കിത് കാണാൻ പറ്റുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. എന്താണ് അണ്ണാ, ഒന്ന് ചെവി നന്നായിട്ട് കേട്ടേ. അതായത് യഥാർത്ഥ ഭക്തൻ്റെ വ്യാഖ്യാനമാണ്, ഡെഫിനിഷനാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? എടീ, നിന്നെ വെറുതെ +2 വരെ വിട്ടതുകൊണ്ടല്ലേ നീ ഡെഫിനിഷൻ എന്നുള്ള വാക്കൊക്കെ പറയുന്നത്? അദ്ദേഹം അതിനകത്തുള്ള 4-5 ശ്ലോകങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തത് മലയാളീകരിച്ച് പറയുകയല്ലേ? ആ, അങ്ങനെയാണോ? അണ്ണാ, ആന്ധ്രയിലെ മന്ത്രിമാരെവിടെ? ഉത്തർപ്രദേശിലെവിടെ? ബംഗാളിലെ ആരെയും കാണാനില്ലല്ലോ. മിസോറാം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, അവിടെ നിന്നൊന്നും ആരും എത്തിയില്ലേ? അമേരിക്കയിൽ നിന്ന് എത്തിയില്ലേ? എപ്പോഴും അദ്ദേഹം അമേരിക്കയിൽ പോകുന്നുണ്ടല്ലോ, മയോ ക്ലിനിക്കിലൊക്കെ. മിണ്ടാതിരിക്കുക, നിൻ്റെ ഈ ആവശ്യമില്ലാത്ത സംസാരമാണ് ഇതാകെ കുഴപ്പമാക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ, സ്റ്റാലിൻ സാറ് വന്നില്ലേ? ഓ, സ്റ്റാലിൻ സാറിനെ കാണാൻ നല്ല ഭംഗി, അതും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ടാ. എടീ, എനിക്ക് ഭംഗിയില്ലേ? നിനക്കെന്താ സ്റ്റാലിനെ കണ്ടാലേ മതിയാവുള്ളോ? അവിടുന്ന് 2 തമിഴന്മാർ മന്ത്രിമാർ വന്നിട്ടുണ്ടല്ലോ. അത്രയും കണ്ടാൽ മതി നീ ഇപ്പോൾ. എന്തെണ്ണ ഇങ്ങനെയൊക്കെ നടത്താനായിട്ട്? അയ്യപ്പൻ എവിടെ? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ വലിയ ഇതിലൊന്നും അയ്യപ്പനെ കാണാനില്ല. എടി, ആ ചക്രവർത്തിയുടെയും മന്ത്രിയുടെയും തൊട്ട് അറ്റത്ത് ഒരു കറുത്ത ചെറിയ ഒരു സ്റ്റിക്കർ അടിച്ച് സ്റ്റാമ്പ് അടിച്ചതുപോലൊരു രൂപം കണ്ടോ? കറുത്ത രൂപം, അതാണ് സാക്ഷാൽ ശ്രീ അയ്യപ്പൻ. നീ അങ്ങോട്ട് നോക്കിത്തൊഴ. ആ, കൊള്ളാം. അണ്ണന് കണ്ണ് കാണാമല്ലേ? തിമിരമൊന്നും ആയില്ലല്ലേ? എന്നെ നീ വയസ്സാക്കുന്നോടി. എനിക്ക് കാണാം അയ്യപ്പനെ. അയ്യപ്പൻ അവിടെ മൂലയിലൊരു ചെറിയ കറുത്ത സ്റ്റിക്കർ കറുത്ത രൂപത്തിലിരിപ്പുണ്ട്. എന്തായാലും മലയാളിയല്ലേ, വെളുത്തിരിക്കാൻ വഴിയില്ല. എന്തൊക്കെയാണാ കേൾക്കുന്നത്? പാവം അങ്ങേര് പന്തളത്ത് നിന്ന് അഡോളസൻ്റ് ഏജിൽ ഒരു ചെറുപ്പകാലത്ത് തന്നെ, കൗമാരപ്രായത്തിൽ തന്നെ ഇവിടെ വന്ന് ആരും അടുത്ത് വരണ്ടെന്ന് പറഞ്ഞ് എല്ലാ ആഭരണങ്ങളും ത്യജിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഒരു ചിന്മുദ്രയിലിരിക്കുന്ന ഈ ഭഗവാനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം ആരിൽ നിന്നും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അതല്ലേ ഈ മലയുടെ അവിടെ വന്നത്, 18 മലകളാൽ ചുറ്റപ്പെട്ട ഈ മല വന്നത്. ഇവിടെ നമ്മൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. ടൂറിസം വരുമോ അണ്ണാ? എങ്കിൽ സായിപ്പന്മാർ വരുമല്ലേ? പിന്നെ അണ്ണന് സുഖമായി, ബെവറേജും അതും ഇതുമൊക്കെ ക്യാമറ കാണാനും നൈറ്റ് ക്ലബ്ബും എല്ലാം കാണാൻ പറ്റും അല്ലേ? അതെ, നമ്മുടെ പൂങ്കാവനമൊക്കെ നശിക്കൂടി. അണ്ണാ, ഈ വാതിലിൽ 2 രൂപം ഉണ്ടായിരുന്നല്ലോ, ക്ഷേത്രപാലകന്മാരെന്നോ മറ്റോ, അവരെ എന്ത് ചെയ്തു? അവരെ ഉരുക്കിയില്ലേടി? 4 കിലോ സ്വർണം കൊണ്ടല്ലേ മഹാരാജാവ് പോയത്. അവിടെ ഉരുക്കലൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി അയ്യപ്പനെ ഉരുക്കുവണ്ണ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ വരുമ്പോൾ നീ കാണുന്ന സ്വർണ്ണ വിഗ്രഹത്തിന് പകരം പഞ്ചലോഹ വിഗ്രഹമായിരിക്കും. അയ്യപ്പനെ ഉരുക്കിയാൽ എന്താ കേടുവരുമോ? ഒന്നും വരില്ല. ഹിരണ്യകശിപു ഭരിക്കുന്ന രാജ്യത്ത് ഹിരണ്യകശിപായേ നമ എന്നേ പറയാവൂ. നാരായണായ നമ എന്ന് പറയാൻ പാടില്ല. എനിക്കതറിയില്ലേ? ഇപ്പോൾ അറിഞ്ഞണ്ണ. ഇത്രയൊക്കെ മതി. എനിക്കിതിൽ കൂടുതൽ താങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ ഊരിലോട്ട് പോവാം, അതാണ് നല്ലത്.